بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നാമമാണ് വസൂലുൻ എന്നുള്ളത്. വസൂൽ അറബി ഭാഷ ഡിക്ഷണറിയിലൊക്കെ നമുക്ക് കാണാം. വസൂലുൻ ഐ കസീറുൽ അതാ, ധാരാളം ധർമ്മം ചെയ്യുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ധാരാളം ധർമ്മം ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധർമ്മം ചെയ്യുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ കാരുണ്യമുള്ളവരായിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം. കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആള്, അത്യുദാരനായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നമ്മുടെ ഖദീജ ഉമ്മ നബിയോട് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖദി അല്ലൈഫ. 4 വിശേഷണങ്ങളാണ് ഖദീജ ഉമ്മ അവിടെ പറഞ്ഞത്. നബിയെ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്, പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, ഇല്ലാത്തവരെ സഹായിക്കുന്നവരാണ്, അതിഥികളെ സൽക്കരിക്കുന്നവരാണങ്ങ്. ഇതെല്ലാം കാരുണ്യത്തിന്റെ ഉദാരതയുടെ ഭാഗമായിട്ട് മഹാന്മാർ എണ്ണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരെന്ത് ചോദിച്ചാലും മാ സുഇല റസൂലുള്ളാഹി ശൈഅൻ ഇല്ലാ അഅത, നബിയോട് എന്ത് ചോദിച്ചോ അതവിടുന്ന് നൽകിയിരിക്കും. ഫഖാല ലാ, ഇല്ല എന്ന് പറഞ്ഞ ഒരു സന്ദർഭമില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ മുത്തുനബിയുടെ അരികിലേക്ക് വന്നു, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചു. ഫഅഅതാഹു ഗനമൻ ബൈന ജബലൈൻ, 2 പർവ്വതങ്ങൾക്കിടയിൽ നിറച്ചും ആടിനെ കൊടുത്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാടല്ല, 2ഓ 3ഓ അല്ല, 2 പർവ്വതങ്ങൾക്കിടയിൽ നിറച്ചും, അതിന്റെ ഇടയിൽ എത്ര ആട് കൊള്ളും അത് മുഴുവനും അയാൾക്ക് കൊടുത്തു. അയാൾ വിശ്വാസിയായിരുന്നില്ല. അയാൾ തന്റെ കൂട്ടുകാരുടെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു, യാ ഖൗമി, ഓ ജനങ്ങളെ, അസ്ലിമൂ, നിങ്ങൾ മുസ്ലിം ആയിക്കോളൂ. കാരണം ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ, ദാരിദ്ര്യത്തെ ഭയക്കാത്ത രൂപത്തിലുള്ള കൊടുക്കലാണ് മുഹമ്മദ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ മുസ്ലിം ആയിക്കോളൂ, നിങ്ങൾക്കും ചോദിച്ചാൽ കിട്ടും എന്ന് അയാൾ പറഞ്ഞു. സമ്പത്തിന് വേണ്ടി ഇസ്ലാമിലേക്ക് വന്നവരായിരുന്നു ആദ്യകാലത്ത് പലരും. സമ്പത്ത് മോഹിച്ചുകൊണ്ട് വന്നവരായിരുന്നു. പക്ഷേ പിന്നെ ഒരു സമ്പത്തും അവർക്ക് വിലയില്ലാതായി, പുല്ല് വില പോലും കൽപ്പിക്കാത്തവരായി അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് മാറി. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ വളർത്തിയെടുത്തതാണ്, അവരെ വളർത്തിയെടുത്തതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നമ്മൾ കേൾക്കണം. ലൗ കാന ലീ മിസ്ലു ഉഹുദിൻ ദഹബ, എനിക്ക് ഉഹുദ് പർവ്വതത്തിന്റെ അത്ര സ്വർണമുണ്ടായിരുന്നെങ്കിൽ മാ യസുറുനി അല്ലാ യമുറ അലയ്യ സലാസ്, 3 ദിവസം അതെന്റെ ഉടമസ്ഥതയിലായി കടന്നു പോകുന്നത് എനിക്കിഷ്ടമല്ല. ഉഹുദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം എനിക്കുണ്ടെങ്കിൽ 3 ദിവസം അതെന്റെ കയ്യിൽ വെക്കുന്നത്, എന്റെ ഉടമസ്ഥതയിൽ വെക്കുന്നത് എനിക്കിഷ്ടമില്ല. അല്ലാഹുവിന്റെ ഹബീബ്
അതെല്ലാം ധർമ്മം ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് അത് ധർമ്മം ചെയ്യും. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുത്തുനബിയുടെ കാരുണ്യം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയും വലിയ കാരുണ്യത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും അങ്ങനെയുള്ള നല്ല സ്വഭാവം നൽകുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ ഈ പരമ്പര അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തുനബിയുടെ ഇഷ്ടം നേടാനുള്ള ഒരു പരമ്പരയായി ഈ പരമ്പര അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ